ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം അല്ലേ? എല്ലാ കാര്യവും എല്ലാ ആളുകളുടെ അടുത്തും പറയാനുള്ളതല്ല. അപ്പോൾ നമ്മൾ ചില വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാവും, എക്സെപ്ഷണൽ കേസുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യണം. ഒരു മുൻകൂർ ജാമ്യം പറയുകയാണ്, നമ്മൾ പറഞ്ഞതുകൊണ്ട് പറയരുത് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും പറയേണ്ടതല്ല അല്ലേ? രഹസ്യം രഹസ്യമാക്കി വെക്കേണ്ട കുറേ ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള രഹസ്യങ്ങൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യരുതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയുടെ കണ്ടൻ്റായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ഒരുപാട് ആളുകൾ അവരുടേതായിട്ടുള്ള രഹസ്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മറ്റുള്ളവരുടെ അടുത്തൊന്നും ഷെയർ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മളിത് മറ്റുള്ളവരുടെ അടുത്ത് പറയും. പറഞ്ഞതിന് ശേഷം നമ്മളും പറയും, ഇത് നീ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയാനുള്ളത്, മറ്റുള്ളവരുടെ രഹസ്യം അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സ്വകാര്യമായിട്ട് മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു കാരണവശാലും വേറൊരു വ്യക്തി അറിയാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അത് രഹസ്യമായിട്ട് വെക്കുക എന്നുള്ളതാണ് നമ്മൾ പറയരുതാത്തതായിട്ടുള്ള ഒന്നാമത്തെ രഹസ്യം എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് എന്നുള്ളത് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ചാണ്. നമ്മൾ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഒരു പേഴ്സണലായിട്ടൊരു വീക്ക്നെസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം നമ്മളൊരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നം, നമുക്കൊരു അസുഖമുണ്ട്, ആ അസുഖത്തെ പറ്റി നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അസുഖത്തിൻ്റെ തീവ്രത എപ്പോഴും കൂടുകയാണ് ചെയ്യുക അല്ലേ? നമുക്കോ അത് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ അസുഖങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആഡ് ചെയ്യുകയാണ്. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം. ഇത് മറ്റുള്ള കോമൺ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ വളരെ കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ടെക്നോളജിക്കലായിട്ട് ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പാസ്വേഡ്, അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, OTP, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള ആളുകളുടെ അടുത്ത്, കോമൺ ആയിട്ടുള്ള പീപ്പിൾസിൻ്റെ അടുത്ത് നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഒരു പക്ഷേ അത് പിന്നീട് നമ്മളെ മിസ്യൂസ് ചെയ്യാനായിട്ടൊരു കാരണമായിട്ട് ഈ ഒരു സംഭവം ഇടയാക്കിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ വളരെ സെക്യൂറായിട്ട് രഹസ്യമായിട്ട് തന്നെ വെക്കേണ്ടതാണ് എന്നുള്ളതാണ്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ ഗോൾസിനെ പറ്റി, ലക്ഷ്യങ്ങളെ പറ്റി നമ്മൾ കാണുന്ന ആളുകളോട് മുഴുവൻ പറയണം. അങ്ങനെ പറയുമ്പോൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും നമ്മളെ മോണിറ്റർ ചെയ്യാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു വിലയിരുത്തൽ, അത്തരം നമുക്ക് സെലക്റ്റീവായിട്ടുള്ള ആളുകളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മുടെ ഒരു വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് മാത്രമേ നമ്മൾ ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഗോള്, അതുപോലെ തന്നെ നമ്മുടെ ഗോൾസിലേക്കുള്ള പ്ലാനിങ് ഒക്കെ നമ്മൾ ഇത് മനസ്സിലാക്കാൻ പ്രാണിയില്ലാത്ത, അതല്ലെങ്കിൽ നമ്മുടെ ഗോളിനെ ബഹുമാനിക്കാത്ത, അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഉയർച്ച ആഗ്രഹിക്കാത്ത ആളുകളടുത്തൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗോളുകളും നമ്മുടെ ആ ഗോള് പ്രാവർത്തികമാക്കാനുള്ള ലക്ഷ്യങ്ങളും എല്ലാ ആളുകളടുത്തും ഷെയർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന പല കാര്യങ്ങളും എല്ലാവരടുത്തും ഷെയർ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു ബന്ധം, അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പ്രോബ്ലം വഷളാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാനും അതിനെ മേക്കപ്പ് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം മറ്റുള്ളവരുമായിട്ട് കൂടുതലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ആളുകളോട് കൂടുതൽ നമ്മൾ സംസാരിക്കാതിരിക്കുക, രഹസ്യമായിട്ട് തന്നെ വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാൻ തക്ക ആളുകളുടെ അടുത്തേക്ക് അത് പറയേണ്ട എന്നുള്ളതല്ല. കൂടുതൽ മെജോറിറ്റി ആളുകളിലേക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ആളുകളിലേക്ക് ഇത്തരം നമ്മുടെ ഫാമിലി വിഷയങ്ങൾ സംസാരിച്ച് വഷളാക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് രഹസ്യമായിട്ട് വെക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചില ആളുകൾ മറ്റുള്ള ആളുകളുടെ അടുത്ത് നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അത് പലപ്പോഴും രഹസ്യമായിട്ട് വെക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരുമെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് പലപ്പോഴും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നിലനിൽക്കെ തന്നെ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ റിസൾട്ട് നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. നമ്മളതിനൊരു ചീപ്പ് പബ്ലിസിറ്റി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ചെയ്ത കാര്യത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ രഹസ്യമായിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അവസാനമായിട്ട് പറയാനുള്ള, വളരെ ഫണ്ണി ആയിട്ട് തോന്നാം ഒരു പക്ഷേ, നമ്മുടെ റിലേഷൻഷിപ്പൊക്കെ, നമ്മുടെ ഒരു ദാമ്പത്യമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്
പല ആളുകളും വളരെ ഓപ്പണോട് കൂടിയിട്ട് പെരുമാറണം എന്നുള്ളൊരു ധാരണ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ പ്രാണസഖിയോട് അതല്ലെങ്കിൽ പ്രാണനാഥനോടൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഒരു ദൃഢത കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് തുടരാതിരിക്കുക, അതല്ലെങ്കിൽ ആ ഒരു ബന്ധം നിലനിർത്തി പോവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പിന്നീട് കാണുമ്പോഴൊക്കെ അത് വീണ്ടും നമ്മുടെ റിലേഷനെ ബാധിക്കാനാണ് കാരണമാവുക. അപ്പം അതുകൊണ്ട് ആ ഒരു ബന്ധം ഉണ്ട് എങ്കിൽ അത് തുടർന്ന് പോവാതിരിക്കുക. നമ്മൾ ഒരു ബന്ധത്തിന് മാത്രം നമ്മുടെ ഇണയോട് മാത്രം ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു കാര്യം. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്നുള്ളത് മറ്റുള്ള ആളുകളോട്, എല്ലാ ആളുകളോടും പറയരുതാത്തതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള മാത്രം രഹസ്യത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം, നമ്മൾ പറയേണ്ട സാഹചര്യങ്ങൾ, പറയേണ്ട സമയം ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ തുറന്ന് സംസാരിക്കുക, അല്ലാതെ എല്ലാ ആളുകളെടുത്തും പറയരുതാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്തരം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും അടുത്ത ഒരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.